നമസ്കാരം. ഒരിക്കൽ കൂടി കെ ശൈലജയെ കണ്ണൂർ CPM ഒരു പടുകുഴിയിലേക്ക് തള്ളിയിട്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം കെ ശൈലജ സദാനന്ദൻ മാസ്റ്ററുടെ കാൽവെട്ട് കേസിലെ പ്രതികൾക്ക് യാത്രയയപ്പ് നൽകിയ സംഘത്തിൽ ഉണ്ടായിരുന്നത് കേരളക്കരയാകെ ചർച്ച ചെയ്ത വിഷയമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും CPMന്റെ കണ്ണൂർ ഘടകത്തിന്റെയും കണ്ണിൽ കരടായ കെ ശൈലജയെ ഒരു വേള വീണ്ടും പാർട്ടി ഇത്തരത്തിലൊരു കുഴിയിലേക്ക് കൊണ്ട് തള്ളിയിടുമ്പോൾ അതിൽ കണ്ണൂർ ഘടകത്തിൽ പ്രത്യേകിച്ച് പിണറായി അനുകൂലികൾക്ക് കൈ ഉണ്ട് എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? ഇപ്പോൾ കെ ശൈലജ അത്തരത്തിൽ താൻ ആ സംഘത്തിൽ അംഗമായതിനെ കുറിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരണം നൽകാൻ എത്തിയിരിക്കുന്നു. ആ വിശദീകരണം കേൾക്കുന്ന നമുക്കറിയാം അവർക്ക് ഒട്ടും തന്നെ തൃപ്തിയായി അവരതിൽ പങ്കെടുത്തത് അല്ല എന്ന്. ഒന്ന്, അവരുടെ മണ്ഡലം മട്ടന്നൂര് മണ്ഡലത്തിൽ പെട്ട ആ ഒരു പാർട്ടി ഘടകത്തിലെ അംഗങ്ങളാണ് ഈ പറയുന്ന സദാനന്ദൻ മാസ്റ്റർ എന്ന രാജ്യസഭ MP-യെ ഈ കൊടും കൃത്യം ചെയ്തത്. അതിൽ ചിലരുടെയൊക്കെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് ടീച്ചർ പറഞ്ഞത് അവരൊന്നും ഇതിൽ പ്രത്യക്ഷത്തിലോ പരോക്ഷമായോ ഉണ്ടായിരുന്നവരല്ല, അവരെയൊക്കെ ഇതിൽ പെടുത്തിയതാണ് എന്നൊക്കെയാണ് ടീച്ചർ പറയുന്നത്. ഏതായാലും ഈ കഴിഞ്ഞ നവകേരള യാത്രയിൽ ടീച്ചറുടെ മണ്ഡലത്തിൽ മട്ടന്നൂരിൽ നവകേരള യാത്ര പരിപാടി നടക്കുന്ന സദസ്സിൽ പരസ്യമായി ടീച്ചറുടെ പ്രസംഗം നീണ്ടുപോയി എന്ന് വിലക്കിയ പിണറായി വിജയനെ ഓർമ്മയുണ്ട്. വിജയേട്ട എന്ന് പറഞ്ഞ് അവരോട് സംസാരിക്കാൻ ചെന്ന കെ ശൈലജയോട് വളരെ മോശമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചതും നാം ഒന്നും മറന്നിട്ടില്ല. പിണറായി വിജയന് ശേഷം ആര് എന്ന ചോദ്യത്തിന് കെ ശൈലജ എന്ന ഉത്തരം കേരളക്കര നൽകുമ്പോൾ ഇത്തരത്തിലൊരു വളരെ മോശമായൊരു യാത്രയയപ്പ് അല്ല നമ്മൾ നൽകിയത് എന്നൊക്കെയാണ് ശൈലജ ടീച്ചർ പറയുന്നത്. ഇത്തരത്തിൽ കൊടും കൃത്യം ചെയ്ത കുറെ കുറ്റവാളികളെ ജയിലിലേക്ക് പോകുമ്പോൾ അവർക്ക് ലാൽസലാം വിളിക്കാനും കീജൈ വിളിക്കാനും പോകുന്ന സംഘത്തിൽ കെ ശൈലജ ടീച്ചറെ ഉൾപ്പെടുത്തിയതാണ്, അവർ ഉൾപ്പെട്ടു പോയതാണ് എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. കാര്യം നവകേരള യാത്രയിൽ നാം സംസാരിച്ചു തുടങ്ങിയിൽ നവകേരള യാത്ര ആ സംഭവം നടന്നതിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് നാം നോക്കുമ്പോൾ ലോകസഭാ ഇലക്ഷനിൽ വടകരയിൽ ഷാഫി പറമ്പിൽ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ടീച്ചർക്കെതിരെ ഉണ്ടായ കാഫിർ പ്രയോഗം ആരാണ് ആ കാഫിർ പ്രയോഗത്തിന്റെ ഉപജ്ഞാതാക്കൾ എന്ന് നാം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത്തരത്തിൽ ശൈലജ ടീച്ചറെ ബോധപൂർവം ഇത്തരത്തിൽ ഒരു കുരുക്കിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുന്ന വക്താക്കൾ ഈ പാർട്ടിക്കകത്ത് തന്നെയാണ് ഉള്ളത്. പിണറായി വിജയന് ശേഷം CPM-ൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ പാർട്ടി എന്തുകൊണ്ടും എന്തുകൊണ്ടും നിശ്ചയിച്ചിരിക്കുന്ന ഒരു നേതാവാണ് കെ ശൈലജ. അപ്പോൾ ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കെ ശൈലജയ്ക്ക് ഒരു അവമതിപ്പുണ്ടാക്കേണ്ടത് കണ്ണൂർ പാർട്ടി ഘടകത്തിന്റെ ആവശ്യമാണ്. അവർ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിൽ അവരുടെ പരിശ്രമത്തിന്റെ ആദ്യ ജയമാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. അവരുടെ മണ്ഡലത്തിൽ പഴശ്ശി സൗത്ത് പാർട്ടി ലോക്കൽ കമ്മിറ്റി ഓഫീസിലാണ് ഇത്തരത്തിൽ ഒരു കമ്മിറ്റി നടക്കുന്നതും കമ്മിറ്റിയിൽ അവർ പങ്കെടുക്കുന്നതും ആ കമ്മിറ്റി അംഗങ്ങളൊക്കെ തന്നെ ഈ കണ്ട കൊടും ക്രിമിനലുകളെ യാത്രയയക്കാൻ പോയതും. ഏതായാലും ഇതിൽ ഇത്ര മാത്രമേ ചുരുക്കെഴുത്തുള്ളൂ. ടീച്ചർ പോയത് തെറ്റ് തന്നെ. ടീച്ചറെ അതിലേക്ക് അവർ കൊണ്ട് തള്ളിവിട്ടെങ്കിലും ടീച്ചർ അതിൽ നിന്ന് മാറേണ്ടതായിരുന്നു. ടീച്ചർ പോയത് തെറ്റ് തന്നെ. ടീച്ചറെ അതിലേക്ക് കൊണ്ടുപോയി തള്ളിയിട്ടത് ഈ പാർട്ടിയുടെ നിഗൂഢ തന്ത്രമാണ്. ഇനി അങ്ങോട്ട് ശൈലജ ടീച്ചർ കരുതിയിരിക്കുക. ടീച്ചറെ ഇത്തരത്തിൽ നിരവധി പ്രക്രിയകളിലൂടെ ഈ പാർട്ടി അവർക്ക് മേൽ അവമതിപ്പുണ്ടാകാൻ ഒരു കാഫിർ പ്രയോഗം മാത്രമല്ല നിരവധി തരത്തിൽ അവർക്കെതിരെ സൈബർ അറ്റാക്ക് ഉണ്ടായത് നാം കണ്ടതാണ്. ഒരു വനിതയാണ് എന്നുള്ളത്, അതും ഇത്രയും പ്രായമൊക്കെയായ ഒരു മന്ത്രിയായിരുന്ന ഈ പാർട്ടിക്കകത്തൊരു നല്ല മുഖത്തെ സ്വന്തം പാർട്ടിക്കാർ അവഹേളിച്ചത് നാം മറന്നു പോകരുത്. അങ്ങനെ ഈ യാത്രയയപ്പ് ചടങ്ങിൽ തുടങ്ങി ഇനി അങ്ങോട്ട് വരുന്ന 8 മാസം ഏതൊക്കെ ചതിക്കുഴിയിൽ ശൈലജ ടീച്ചറെ ഇവർക്ക് കൊണ്ടുപോയി തള്ളിയിടാം എന്നുള്ള കാര്യത്തിൽ ഒരു നീണ്ട പഠനം ഇതിനോടകം തന്നെ ഈ പറയുന്ന പാർട്ടിയുടെ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ കണ്ണൂർ ഘടകം തീരുമാനിച്ചു കഴിഞ്ഞു. അങ്ങനെ ഓരോന്നോരോന്നായി ഇംപ്ലിമെന്റ് ചെയ്ത് പിണറായി വിജയൻ എന്ന അതികായന് മുന്നിലേക്ക് മറ്റൊരു പേര് കണ്ണൂരിൽ നിന്ന് ഉയർന്നു വരാൻ
ഈ പാർട്ടി ശ്രമിക്കുന്നതിൻ്റെ ഒരു ആരംഭമാണ് ഇന്നലെ നാം കണ്ടത്. ശൈലജയ്ക്ക് അവമതിപ്പുണ്ടാക്കുക, അതിലൂടെ കേരള സമൂഹത്തിൽ പാർട്ടിക്കതീതമായി അവർക്കുണ്ടായിരിക്കുന്ന പേരില്ലാതാക്കുക എന്ന ശ്രമം അവർ ഇതാ തുടങ്ങിക്കഴിഞ്ഞു. അതിനുള്ള തുടക്കമാണ് ഇന്നലെ നാം കണ്ടത്.